നമസ്കാരം. തനതു രുചിക്ക് പേര് കേട്ടതാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡ്ഡു. വലിപ്പത്തിലും രുചിയിലും തയ്യാറാക്കുന്നതിൽ പോലുമുണ്ട് വ്യത്യാസം. പ്രത്യേക ചേരുവകളിൽ വളരെ രഹസ്യമായ രീതിയിലാണ് നിർമ്മാണം. ചേരുവകളും അവയുടെ അളവും രഹസ്യമാണ്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ 6 തവണ മാത്രമാണ് ചേരുവകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. 2001 അവസാനമായി ചേരുവകളിൽ മാറ്റം വരുത്തിയത്. ആന്ധ്രയിൽ മാത്രമല്ല, രാജ്യത്തെങ്ങും തിരുപ്പതി ലഡ്ഡു പ്രശസ്തമാണ്. ദിവ്യമായ സുഗന്ധവും തനതു രുചിയുമാണ് തിരുപ്പതി ലഡ്ഡുവിനെ വ്യത്യസ്തമാക്കുന്നത്. തുടക്കകാലത്ത് ശർക്കര അമിതമായി ചേർത്താണ് ലഡ്ഡു തയ്യാറാക്കിയിരുന്നത്. എങ്കിൽ പിന്നീട് ചേരുവകളിൽ മാറ്റം വരുത്തുകയായിരുന്നു. ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിൽക്കാലത്ത് ചേരുവകളിൽ മാറ്റം വരുത്തിയിരുന്നത്. നിലവിൽ വിതരണം ചെയ്യുന്ന ലഡ്ഡുവിൽ നെയ്യ്, ശർക്കര, ഏലക്ക, ബദാം, കശുവണ്ടി, ഉണക്കമുന്തിരി, കൽക്കണ്ടം, പഞ്ചസാര എന്നിവ ചേർക്കുന്നുണ്ട്. ദിട്ടം എന്ന പേരിലാണ് ഈ ചേരുവ അറിയപ്പെടുന്നത്. ഇവയുടെ അളവും തയ്യാറാക്കുന്ന രീതിയും രഹസ്യ സ്വഭാവമുള്ളതാണ്. ഒരു ലഡ്ഡുവിന് 175 ഗ്രാം ഭാരമുണ്ട്. തുടക്കകാലത്ത് 600-ലധികം കാർമികൾ ചേർന്നാണ് ലഡ്ഡു തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. പ്രതിദിനം 3 ലക്ഷം ലഡ്ഡു ആണ് പ്രസാദമായി തയ്യാറാക്കുന്നത്. ലഡ്ഡു വിതരണത്തിൽ നിന്ന് മാത്രം പ്രതിവർഷം 500 കോടി രൂപയാണ് തിരുപ്പതി ക്ഷേത്രത്തിന് വരുമാനമായി ലഭിക്കുന്നത്. തിരുമല തിരുപ്പതി ദേവസ്വത്തിന്റെ കീഴിലാണ് തിരുപ്പതി ക്ഷേത്രമുള്ളത്. തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി ലഡ്ഡു വിതരണം ആരംഭിച്ചിട്ട് 300 വർഷത്തിൽ അധികമായി. 1715 മുതലാണ് ലഡ്ഡു തയ്യാറാക്കി ഭക്തർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങിയത്. 1803 മുതൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം തങ്ങളുടെ ഭക്തർക്ക് ഈ പ്രസാദം നൽകാൻ തുടങ്ങി. അന്ന് ബൂണ്ടി എന്ന ഒരുതരം മധുര പലഹാരത്തിന്റെ രൂപത്തിലായിരുന്നു പ്രസാദം നൽകിക്കൊണ്ടിരുന്നത്. 2014 ഭൗമസൂചകം GI സർട്ടിഫിക്കറ്റ് ലഭ്യമായതോടെ ഈ പേരിൽ മറ്റാർക്കും ലഡ്ഡു നിർമ്മിച്ച് വിതരണം ചെയ്യാൻ നിയമം അനുവദിക്കില്ല. ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഭക്ഷ്യപരിശോധനാ ലബോറട്ടറി ലഡ്ഡുവിന്റെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. വർഷങ്ങളുടെ ചരിത്രമുള്ള തിരുപ്പതി ലഡ്ഡു ഇന്ന് വിവാദങ്ങളിൽ നിറയുകയാണ്. ലഡ്ഡു നിർമ്മാണത്തിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്ന ആരോപണം ശക്തമാക്കുകയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ലാബ് പരിശോധനയിൽ AR ഡയറി ഫുഡ്സ് വിതരണം ചെയ്യുന്ന നെയ്യിൽ കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ കരാറുകാരനെ മാറ്റുകയും സ്ഥാപനത്തെ കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കരാറുകാരനിൽ നിന്ന് കിലോയ്ക്ക് 320 രൂപ നൽകിയ നെയ്യ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് കിലോയ്ക്ക് 475 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ലഡ്ഡുവിന്റെ രുചി സംബന്ധിച്ച പരാതികൾ ഉയർന്നതോടെ ജൂലൈ 23 നടത്തിയ പരിശോധനയിൽ തേങ്ങ ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള കൊഴുപ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.